ആശാളി വിത്തുകൾ, റെഡ് സീഡ്, ഹലീം സീഡ് എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. കർക്കിടക മാസത്തിൽ കർക്കിടക മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിത്താണ് ഈ ആശാളി വിത്തുകൾ. കർക്കിടക മാസത്തിൽ മാത്രമല്ല, നമുക്കിത് ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വിത്തിൽ അയൺ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് HB കൂട്ടാൻ വേണ്ടിയിട്ടും അനീമിയ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ്മെന്റിനും മലബന്ധം മാറാൻ വേണ്ടിയിട്ടും ഗ്യാസിന്റെ ഇഷ്യൂസ് ഉള്ളവർക്ക് അത് മാറി ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. PCOD PCOS പോലുള്ളവർക്ക് അത് കുറയാൻ വേണ്ടിയിട്ടും നമ്മുടെ പീരീഡ് സൈക്കിൾ ഇറഗുലർ ആണെങ്കിൽ അത് റെഗുലർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഹലീം സീഡ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹലീം സീഡ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശാളി വിത്തുകൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്പൂൺ ആശാളി വിത്ത് എടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു 20 മിനിറ്റും കൊണ്ട് അത് നന്നായിട്ട് കുതിർന്ന് ഒരു ജെല്ലി രൂപത്തിലാവും, നമ്മുടെ ചിയ സീഡൊക്കെ പോലെ. അങ്ങനെ ജെല്ലി രൂപത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പാലെടുക്കുക, ഒരു ഗ്ലാസ് പാലിലേക്ക് ഇതിട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, കഴിക്കാം. പാലിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിറ്റാമിൻസും മിനറൽസും ഒക്കെ നന്നായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നതിന് സഹായിക്കുകയും ഇതിൻ്റെ ഗുണം കൂടുന്നതിന് സഹായിക്കുകയും ചെയ്യും. അപ്പം ഡെയിലി ഇതൊരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾ നിങ്ങളുടെ മെൻസ്ട്രുവൽ സൈക്കിൾ നോർമലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും.